എന്റെ എന്റെ എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഞാൻ പറയുന്നല്ലേ? എനിക്ക് നെറ്റിന്റെ ഒരു ഇതുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ബിമാജിക്കിന്റെ 2181ാമത് ദിവസമാണ്. ദ ആർട്ട് ഓഫ് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് മാസ്റ്ററിംഗ് ഇന്നർ പീസ് ആൻഡ് ഇമോഷണൽ ബൗണ്ടറീസ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് ബിമാജിക്കിന്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് ഷബാസ് ഷംനത്ത് മാമാണ്. സോ വെൽക്കം ഷബാസ് മാം. Thank you very much. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ മാം. അപ്പോ വളരെ സന്തോഷം ബി മാജിക്കിന്റെ ഒരു നെക്സ്റ്റ് എപ്പിസോഡിലും എനിക്കിവിടെ നിങ്ങളോടൊപ്പം വരാനും സംവദിക്കാനും സാധിച്ചതിന് ആദ്യം തന്നെ ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ചിരിക്കാനും ഇന്നൊരു പുതിയ ഒരു പ്രഭാതം നമുക്ക് കണ്ട് ഉണരാൻ സാധിച്ചത് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് നന്ദി പറയാം. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് സെലക്ട് ചെയ്തതും ഞാനല്ല. കാരണം എൻ്റെ അടുത്ത് അടുത്ത ആഴ്ച ഒരു ക്ലാസ് എടുക്കാവോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ടോപ്പിക്ക് ഏതാ വേണ്ടേന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഈ ബി മാജിക്കിൽ എടുക്കുന്നുണ്ട്, അതുപോലെ പല സ്ഥലങ്ങളിലും എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് എടുത്തേക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഷ്യൂരിറ്റി ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന സംഭവമായിട്ട് രണ്ടാമത് വീണ്ടും വന്ന അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആവശ്യമില്ലാത്തതായിപ്പോ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അതെടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു നല്ല ആപ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നലെ ആ ദിവസം എൻ്റെ അടുത്ത് ഇട്ടത്. ജസ്റ്റ് ആ ഒരു ടോപ്പിക് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ആ ടോപ്പിക് കണ്ടപ്പോൾ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഡിറ്റാച്ച്മെന്റ്. നമുക്ക് പലപ്പോഴും പല വസ്തുക്കളോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി പോകാറുണ്ട്. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച. അപ്പൊ എനിക്കും അത് വളരെ ഒരു സന്തോഷമായിരുന്നു. കാരണം എനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനത് ആ ടോപ്പിക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അടുത്ത ആഴ്ച ഞാനത് ക്ലാസ് എടുത്തോളാം. അപ്പൊ നമുക്ക് പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി ആ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ. അതുപോലെ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഡിറ്റാച്ച്മെന്റ്. വിസിബിൾ അല്ലേ? അതെ മാം, അതെ 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 അതെ. അപ്പൊ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് ആൻഡ് ഇന്നർ പീസ്, ലെറ്റിംഗ് ഗോ വിത്തൗട്ട് ലോസിങ് ലവ്. അതായത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതി നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന വസ്തുക്കള് പെട്ടെന്ന് നമ്മുടെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അല്ലെ? ഈവൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന സംഭവം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോണ്. അതായത് അതായത് പുതിയൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ട് അല്ല. കാരണം അതിൽ ജസ്റ്റ് നമ്മുടേതായിട്ടുള്ള ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോസ് നിറയുന്നു, നമ്മുടേതായ ഇൻഫർമേഷൻസ് നിറയുന്നു, എല്ലാ കാര്യങ്ങളും നിറയുന്നു. നെക്സ്റ്റ് ഒരു മൊമെന്റ് ചിലപ്പോ അത് താഴെ വീണ് അതിന്റെ ഡിസ്പ്ലേ പോകുന്നു. അപ്പോ നമ്മള് ഫസ്റ്റ്ലി നോക്കുന്നത് ആ ഫോൺ കറക്റ്റ് ചെയ്തെടുക്കാനായിരിക്കും. കാരണം എന്താ, അതിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ, ആ ഇൻഫർമേഷൻസിലും കാര്യങ്ങളും അല്ല നമ്മൾ കുറച്ച് ദിവസം ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ഫോണുമായിട്ടായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധം മേ ബി വൈഫിനേക്കാളും കുട്ടികളെക്കാളും ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധം ചിലപ്പോ ആ ഫോണുമായിട്ടായിരിക്കും. അപ്പൊ ആ ഒരു നിമിഷം ആ ഒരു ഫോൺ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു വലിയ വിഷമമായിരിക്കും. അയ്യോ, നമ്മള് പല രീതിയിൽ അതേക്കുറിച്ച് അയ്യോ എൻ്റെ ഉള്ളിലെ ഡേറ്റ നഷ്ടപ്പെട്ടല്ലോ, അത് നഷ്ടപ്പെട്ടല്ലോ, ഇത് ചിലപ്പോ ഈ ഡേറ്റ കാര്യങ്ങള്, ആ ഒരു ഡേറ്റാസ് ചിലപ്പോൾ ലൈഫിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, നമുക്ക് ആവശ്യമുള്ളതായിരിക്കാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് വീണ്ടും എടുക്കാത്ത കാര്യങ്ങളായിരിക്കാം. എന്നാലും നമുക്ക് ആ ഒരു സംഭവം പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. പിന്നീട് ആ മറ്റൊരു നമ്മുടെ ജീവിതത്തില് അത്യാവശ്യമായത് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഫോൺ വാങ്ങുന്നു. പക്ഷെ ആ തുടക്കത്തിലൊക്കെ ആദ്യത്തെ ഫോണിനേക്കാളും എത്ര വില കൂടിയതും ഏറ്റവും നല്ലതുമാണെങ്കിലും നമുക്ക് ആ തുടക്കത്തില് നമ്മുടെ ആ പഴയ ഫോൺ
നമ്മളെ ഏറ്റവും സ്നേഹിച്ച കൂടെ കൊണ്ട് നടന്ന ആ ഒരു ഫോണിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് പലപ്പോഴും ആ പുതിയ ഫോൺ ഇത് എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്ത് പാടാണ് എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പോ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം നെക്സ്റ്റ് ഫോണിന് വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതൊന്ന് വിട്ട് മാറണമെങ്കിൽ ആ അറ്റാച്ച്മെന്റിൽ നിന്ന് മാറി അടുത്ത വസ്തുവിലേക്ക് എത്തണമെങ്കിൽ ടൈം പിടിക്കുന്നു. ഫോൺ ആയതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ളതും ഏതൊരു സമയത്തും വേണ്ടതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഡിറ്റാച്ച്മെന്റ് നടക്കുന്നുണ്ട്. അതിനും എടുക്കുന്നുണ്ട് സമയം, എന്നാലും ഒരുവിധം. പക്ഷെ ഇതുപോലെ ഈ ഫോൺ പോലെ അല്ല മറ്റു പല കാര്യങ്ങളില് റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് ഈ ഡിറ്റാച്ച്മെന്റ് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും അത്യാവശ്യം കറന്റ് മൊമെന്റിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് ആൻഡ് ഇന്നർ പീസ്. അതായത് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളിലും നമ്മളിലേക്ക് വരുന്നു, അതുപോലെ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് വരുന്ന പലതും നമുക്ക് നഷ്ടവും ലാഭവും നഷ്ടവും അത് നമ്മുടെ ലൈഫിന്റെ ഒരു എന്താണ് ലാഭം മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുക മാത്രമല്ല, പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ചുവട് വെക്കുന്നു, മുമ്പോട്ടൊരു ചുവട് വെക്കുന്നു, പുറകിലത്തെ ആ ഒരു കാല് അവിടെ നിന്ന് എടുക്കാതെ, അതായത് ബാക്കിലെ ആ ഒരു ചുവട് നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്ന ഒരു ചുവട് മാറ്റി മാത്രമാണ് മുമ്പോട്ടൊരു ചുവട് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഓൾറെഡി വെച്ചിരിക്കുന്ന ചുവടിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു ചുവട് വെക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മള് ഇവിടുന്ന് ഒരു യാത്രയാവട്ടെ, ബസ്സിലാവട്ടെ, അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്ലൈറ്റിലാവട്ടെ, നമ്മൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. ആദ്യത്തെ സ്ഥലം ഉപേക്ഷിച്ചാൽ മാത്രമാണ് നമുക്കൊരു പുതിയ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളൂ, അല്ലെ? നമ്മൾ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടേ ആക്കുന്നു, അല്ലെ? കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ അവള് വളരെ സങ്കടത്തിൽ കരഞ്ഞതല്ലേ. ഇനി പുതിയ അക്കാദമിക് ഇയർ തുടങ്ങാൻ പോവാണ്. നമുക്ക് ആ പുതിയ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് LKG കുട്ടികളുടെയൊക്കെ കരച്ചിലാണ്. അവരാ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര കരച്ചില്, സങ്കടം. എന്താണ്? ആ വീട്ടിലെ അമ്മയുടെ ആ കംഫർട്ട്, അത് കുട്ടിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ആ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ചെയ്ത് സ്കൂളിലേക്ക് വരിക എന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ എന്താണ്, ആ കുട്ടി ആ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുമ്പോ വീട്ടിലെ സുരക്ഷിതത്തിൽ നിന്ന് കുട്ടിക്ക് നോളജ് എന്ന പുതിയൊരു വസ്തു കിട്ടണമെങ്കിൽ ആ സ്കൂളിൽ വരണം. നമ്മൾ വലുതാകുന്നു, നമ്മൾ ചെറുപ്പത്തിലിരുന്ന ആ ഒരു ക്യൂട്ട്നെസ്, ആ കുഞ്ഞു വാവയായിരിക്കുമ്പോൾ ഇരിക്കുന്ന ക്യൂട്ട്നെസ്, കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് പുതിയൊരു വസ്തു കിട്ടുവാണ്, പക്വത എന്ന, അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി എബിലിറ്റി, ആ ഒരു എബിലിറ്റി നമുക്ക് കിട്ടുകയാണ്. ഒന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രം, അതായത് ഒരു വസ്തു ഇല്ലാണ്ടാകുമ്പോഴാണ് അടുത്ത വസ്തുവിന് നമ്മളിലേക്ക് എത്താനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നത്. ഒരു പക്ഷിയാകട്ടെ, മുകൾ ആകാശത്തേക്ക് പറന്നുയരണമെങ്കിൽ ഭൂമിയെ വിട്ടാൽ മാത്രമാണ് ആകാശത്തേക്ക് പറന്നുയരാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്താണ്, ഒരു വസ്തുവിനെ അവിടെ ഉപേക്ഷിച്ച ശേഷം മാത്രമാണ് അടുത്തതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്, അല്ലെ? നമ്മൾ വിവാഹം കഴിച്ചു, അത്രയും നാളും തനിച്ച് ജീവിച്ച ആ ഒരു സുഖം എല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂട്ടത്തിലൊരു ഇണയെ ആയിരിക്കും. നമുക്കൊരു കുഞ്ഞി കുട്ടി ഉണ്ടായി, ആ കുട്ടി ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് ആ കുട്ടിയുടെ കളിയും ചിരിയും ഒരുപാട് സന്തോഷങ്ങൾ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പല എന്താണ് അതായത് ആ കുട്ടിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, കുട്ടിയുടെ കാര്യങ്ങൾ, നമുക്കൊരു ഉത്തരവാദിത്വം, ഒരു കുട്ടി നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സന്തോഷം, നമ്മൾ ആ കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു നമുക്കൊരു ഉത്തരവാദിത്വം എന്ന പുതിയൊരു കടമ, അതായത് നമ്മുടെ ആ ഫ്രീഡം അത് കുറയുന്നു. അപ്പൊ ഏതൊരു കാര്യമാകട്ടെ, നമുക്ക് മറ്റൊന്ന് നേടണമെങ്കിൽ ഒരു കാര്യം നമ്മൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ വളരെ ആഗ്രഹിച്ച് നേടിയെടുക്കുന്നതാണ് ജോലി. ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടിത്തുടങ്ങും. പക്ഷെ അവിടെ നമുക്ക് മറ്റൊരു കാര്യം നഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ആ ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ആ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഒന്ന് നഷ്ടപ്പെടുത്തുമ്പോൾ, അതായത് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാവട്ടെ, നമ്മുടെ ഒരു ചുവട് ആവട്ടെ,
എവിടെയും ഒരു കാര്യത്തെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് പുതിയൊരു കാര്യം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോ നമ്മൾ എന്താണ്, നമ്മുടെ ലൈഫിൽ ഒരു ഡിറ്റാച്ച്മെന്റ് അത്യാവശ്യമാണ്. എന്തൊരു കാര്യമാകട്ടെ, അത് പുതിയത് കിട്ടണമെങ്കിൽ നമ്മൾ പഴയത് ഉപേക്ഷിക്കുക തന്നെ വേണം. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാം. ആരെ പറയാം, നമ്മുടെ ഒരു ക്രിക്കറ്റ്, ഇപ്പൊ സഞ്ജു ഒരു നല്ല ക്രിക്കറ്റ് കളിക്കാരൻ. ആ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കുമ്പോഴാണ് ആ ആൾക്ക് എന്താണ് നല്ല ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആവട്ടെ, അദ്ദേഹത്തിന് ഒരു നല്ല കളിക്കാരൻ എന്ന പേര് കിട്ടുന്നത് ഈ കഷ്ടപ്പാടുകളിലൂടെയും ഈ കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴായിരിക്കും. അദ്ദേഹത്തിന് ഒരു നല്ല ഫോഴ്സിലുള്ള ഒരു ബോൾ വന്ന് ബാറ്റിൽ പതിക്കുമ്പോഴാണ് ആ ബാറ്റ് വീശിയടിക്കുമ്പോൾ 6 അടിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ ലൈഫിലും നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങള്, നമുക്ക് പല കല്ലേറുകളും നമ്മൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ആ ഫോഴ്സിലുള്ള കല്ലേറുകളായിരിക്കും നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു 6 അടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമ്മുടെ ഉള്ള സന്തോഷം, അതായത് ഇപ്പൊ ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടി കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ നമുക്ക് ആ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു. വെറുതെ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരൻ ഉണ്ടാവുന്നില്ല. അപ്പൊ അവിടെ ആ ഒരു വീട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നമ്മൾ രാവിലെ ചിലപ്പോൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് എക്സസൈസ് കാര്യങ്ങള്, അതുപോലെ വർക്കൗട്ടുകള്, ചൂടത്ത് ഓടി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ പറഞ്ഞ എല്ലാ കംഫർട്ട്സോടെയും ഡിറ്റാച്ച് ചെയ്തപ്പോഴാണ് പുതിയ ഒരു നല്ല ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന ഒരു പുതിയ നേട്ടം അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഡിറ്റാച്ച്മെന്റ് എപ്പോഴും അത്യാവശ്യമാണ്. അത് നമ്മുടെ പൂർവീകർ തൊട്ട് നമ്മുടെ പഴയ കാലം മുതൽ ആര് ഡിറ്റാച്ച്മെന്റിന് റെഡി അല്ലയോ അവർക്ക് ഒരിക്കലും പുതിയ നേട്ടങ്ങൾ കൊയ്യാനത്, അതായത് ശരിക്കും നമ്മളിലേക്ക് പുതിയൊരു കാര്യം വന്നെത്തണമെങ്കിൽ പഴയ കാര്യം നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെ? നമ്മുടെ ഫോണില് ഒരുപാട് മെസ്സേജ് വന്നു, മെസ്സേജ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? പുതിയ മെസ്സേജ് വരാൻ. പകരം നമ്മൾ പഴയ വന്ന മെസ്സേജ് നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്യില്ല എന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പുതിയ ഒരു നേട്ടം നമുക്ക് കിട്ടില്ല. നമ്മൾ പൂർവികര് എങ്ങനെയായിരുന്നു? പുഴയുടെ തീരത്തായിരുന്നു അവര് താമസിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? എന്തിനായിരുന്നു ആ ഒരു സമയത്ത് പുഴയുടെ തീരത്ത് വന്ന് താമസിക്കുന്നത്? അവർക്ക് കൃഷി ആവശ്യങ്ങളായിരുന്നു. കൃഷിക്ക് വെള്ളം കിട്ടാൻ ഉള്ള ഏറ്റവും എളുപ്പം പുഴയുടെ തീരത്താണെങ്കിലാണ്. അപ്പൊ വരൾച്ച വരുമ്പോൾ ചിലപ്പോ വെള്ളം കണ്ടെത്താൻ ഒത്തിരി ദൂരം അവർ സഞ്ചരിച്ച് വേണ്ടി വരും. ഈ പുഴയുടെ നിയറസ്റ്റ് ആണെങ്കിലും ആ ഒരു വരൾച്ച ടൈമിൽ പുഴയുടെ ഉള്ളിലേക്ക് ആ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇവർക്കത് പോയി ആക്സസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നേരെ തിരിച്ച് നല്ല മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ പുഴയ്ക്ക് നേരെ തിരിച്ചൊരു പ്രതിഭാസവും ഉണ്ട്. പുഴ കരകവിഞ്ഞ് ഒഴുകും, അല്ലെ? നമ്മളിപ്പോ 2018 നമ്മൾ വെള്ളപ്പൊക്കം നമ്മൾ അനുഭവിച്ചതാണ്. ആ സമയത്ത് അന്ന് മുതൽ ആ പൂർവികര് എന്താ ചെയ്തത്? അവർക്ക് ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് അവരവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. കാരണം പുഴയുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വന്ന് അവരവരുടെ കൃഷിയും വീടും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് പുഴയിൽ നിന്നുള്ള വെള്ളത്തെ പ്രതീക്ഷിച്ച് ആണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഏതൊരു നിമിഷം പുഴ കരകവിയാൻ തുടങ്ങുന്നു, ആ മൊമെന്റിൽ അവർ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. പകരം ഇല്ല, എന്റെ വീടാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ കെട്ടിപ്പൊക്കിയതാണ്, ഞാൻ ഇവിടുന്ന് മാറില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ടേ പോകുള്ളൂ. നമ്മൾ എപ്പോ ഡിറ്റാച്ച്മെന്റ് വേണം, ആ ഡിറ്റാച്ച്മെന്റിന്റെ ടൈമിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയേ പറ്റൂ, അല്ലെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും, അല്ലെ? 2018 വെള്ളപ്പൊക്കത്തിന് മെസ്സേജുകൾ വന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറൂ. ആ മാറിയവർക്ക് വളരെ സേഫ് ആയിട്ട് കഴിയാൻ സാധിച്ചു. പലരും
എന്റെ വീട് അല്ലെങ്കിൽ എന്റെ സംഭവങ്ങൾ, എന്റെ സമ്പാദ്യം അത് ഞാൻ ഇട്ടിട്ട് പോകില്ല എന്നുള്ള വാശിയിൽ അവിടെ തന്നെ തുടർന്നവർക്ക് അത് നെഗറ്റീവായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡിറ്റാച്ച്മെന്റ്, നമുക്ക് ഒരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുക എന്നതല്ല. അതായത് അതിന് ഏറ്റവും പറയാൻ എളുപ്പം, നമ്മുടെ ഭൂമിയുടെ എന്താണ് ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയും ചന്ദ്രനും തമ്മിലൊരു ഡിസ്റ്റൻസിൽ, ഇപ്പൊ ഒരു ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. വളരെ സന്തോഷകരമായ ഒരു ഡിസ്റ്റൻസിൽ ഭൂമിയും ചന്ദ്രനും മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എന്താണ് കറുത്ത വാവ് വരുന്നു, വെളുത്ത വാവ് വരുന്നു, ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് എന്താ കടലില് വെള്ളം കയറുന്നു ഇറങ്ങുന്നു, ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഭൂമിയുടെയും ചന്ദ്രന്റെയും ഡിസ്റ്റൻസ് ഒരു കറക്റ്റ് നല്ല രീതിയിലാണ് പോകുന്നത്. അത് നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ നമുക്ക് താമസിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളൊന്ന് ചിന്തിക്കാതെ? ആ ഡിസ്റ്റൻസ് ഒന്ന് കുറഞ്ഞാൽ എന്താ, എന്തിനാ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ഒന്നിനോടും ഡിസ്റ്റൻസ് വെക്കേണ്ട, നമുക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആകാം എന്നുള്ള ഒരു ആഗ്രഹം വന്ന് നമുക്ക് അറ്റാച്ച്ഡ് ആയാൽ ഒരുപാട് എന്ത് സംഭവിക്കും? ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വന്നാൽ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് ഭൂമി തന്നെ ഇല്ലാണ്ടാകും. ഭൂമിയും ചന്ദ്രൻ അതെല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകും അവിടെ. അതായത് ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, അത് കുറയ്ക്കാം, ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് എന്താണ്, രണ്ടും ഇല്ലാതാവുക. നേരെ തിരിച്ച് ചന്ദ്രൻ ചിന്തിക്കുകയാണ്, ഞാൻ ഈ സോറി ചന്ദ്രൻ ചിന്തിക്കുകയാണ്, വേണ്ട, ഞാൻ ഭൂമിയുടെ ആ ഡിസ്റ്റൻസിൽ നിന്ന് ഇത്തിരി അകന്നു പോകാം എന്ന് ചിന്തിച്ച് അകന്നു പോയാലോ പിന്നെ ആ ഒരു കണക്ഷൻ ഇല്ലാണ്ടായി പോകും. അതായത് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് പറഞ്ഞില്ലേ, ഭൂമിയും ചന്ദ്രനും തമ്മിലെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഒരു കറക്റ്റ് ഡിസ്റ്റൻസിൽ ബാലൻസ് ചെയ്തത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരുപാട് കുറച്ച് അറ്റാച്ച്മെന്റ്, ഒരുപാട് ഓവർ അറ്റാച്ച്മെന്റ് ആവാൻ അവർ ശ്രമിക്കുന്നില്ല. നേരെ തിരിച്ച് അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കാനും, അതായത് ആ ഡിസ്റ്റൻസ് കൂട്ടാനും നമുക്ക് നോക്കുന്നില്ല. അതാണ് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ്. അതായത് ഒരുപാട് ആ ഒരു ഡിസ്റ്റൻസ് അത് നമ്മൾ കീപ്പ് ചെയ്യണം. അത് എല്ലാം നമ്മുടെ ലൈഫിലെ റിലേഷൻഷിപ്പിലാവട്ടെ, എവിടെയും ആകട്ടെ, എത്ര ദ്രവ്യമായ പ്രണയമാണ്, എത്ര ദിവ്യമായ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയും ഒരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് വേണം. അതായത് നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, ഭൂമിയുടെയും ചന്ദ്രന്റെയും ആ ഒരു ഡിസ്റ്റൻസ് പോലെ അതൊരിക്കലും കൂടുന്നുമില്ല, ഒത്തിരി അകലെയും പോകുന്നില്ല. അത് ആ ഒരു കറക്റ്റ് അകലത്തിൽ കിടന്ന് കളിക്കുകയാണ്. കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും മേർജ് ചെയ്ത് അവിടെ രണ്ടിനും നാശനഷ്ടം ഉണ്ടാവും. പകരം ആ ഡിസ്റ്റൻസ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഭൂമിയെ വിട്ട്, ഭൂമിക്ക് പിന്നെ ചന്ദ്രൻ എന്ന ഒരു ഉപഗ്രഹം ഇല്ലാതെ അത് അകന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പില് ഒരു കറക്റ്റ് വ്യക്തമായ ഒരു ഡിസ്റ്റൻസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പറയും ദിവ്യമായ പ്രണയമാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും അറ്റാച്ച്ഡ് ആണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലെ. ഇപ്പൊ നമ്മളുടെ മക്കളാകട്ടെ, നമുക്ക് അവരോടും നമുക്ക് ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമ്മുടെ കുട്ടികളെ ഉണ്ടാക്കുന്നത് വാർദ്ധക്യകാലമാകുമ്പോൾ, നമ്മളുടെ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് വാർദ്ധക്യമാകുമ്പോൾ നമ്മളെ നോക്കാൻ എന്നുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഓൾറെഡി നമ്മൾ അവിടെ ഇതാക്കുന്നുണ്ട്. പക്ഷെ വേറെ ഇതൊരു ജീവികളെ എടുത്ത് നോക്കിക്കോ, അവര് സ്വന്തമായി കഴിയാൻ സമയമായി കഴിയുമ്പോൾ അവർ കുത്തിപ്പറത്തി വിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ഉള്ള ഒരു ഇത്, അവിടെ ഒരു അറ്റാച്ച്മെന്റ്, അവർ ഒരു ഓവർ അറ്റാച്ച്മെന്റ് ഒരിക്കലും കൊണ്ടുവരുന്നില്ല. ബാക്കി ജീവികളെല്ലാവരും അവർക്ക് സ്വന്തമായി നിൽക്കാൻ ഉള്ള ഒരു പ്രാപ്തി എത്തുമ്പോൾ അവരെ, കോഴിയാവട്ടെ ബാക്കിയുള്ള ജീവികളാവട്ടെ, അവരെ കുത്തിപ്പറത്തി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ മനുഷ്യര് മാത്രമാണ് ആ ഒരു എന്റെ മോൻ എന്നെ നോക്കണം, അവർക്ക് കുട്ടികളായാലും അവർക്ക് പൂർണ്ണമായും ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കാതെ
ഇരിക്കുന്നു. അത് തെറ്റാണ്. അതായത് അവർ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫാദർ മദർ, അച്ഛൻ അമ്മ മക്കൾ എന്ന ബന്ധം വേണ്ട എന്നല്ല പറഞ്ഞല്ലോ. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഡിസ്റ്റൻസ് പോലെ നമുക്ക് അവർക്ക് അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് നമ്മൾ കൈ കടത്താതെ ഒരു മിനിമം കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്താണ് വാട്ട് ഈസ് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ്? സീക്കിംഗ് ബാക്ക് ഇമോഷണലി വിത്തൗട്ട് ഡിസ്കണക്റ്റിംഗ് കംപ്ലീറ്റ്ലി. നമുക്കത് ഓർക്കാൻ ഏറ്റവും എളുപ്പം നമ്മളുടെ ഈ ചന്ദ്രന്റെയും ഭൂമിയുടെയും ആ ഒരു ഡിസ്റ്റൻസ് അത് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. അതായത് എന്താണ്, ഒന്നിനോടും, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ അച്ഛനമ്മ ബന്ധം വേണ്ട, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ദിവ്യമായ സ്നേഹം വേണ്ട എന്നല്ല. അത് ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം വേണം. പക്ഷെ അവിടെ എന്താണ്, അവര് മറ്റൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അവരുടേതായ എല്ലാ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും ബാക്കിയുള്ള കാര്യത്തിലും എല്ലാത്തിനും വ്യക്തമായ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. സ്റ്റെപ്പിംഗ് ബാക്ക് ഇമോഷണലി വിത്തൗട്ട് ഡിസ്കണക്റ്റിംഗ് കംപ്ലീറ്റ്ലി. പ്രൊട്ടക്ട് മെന്റൽ ഹെൽത്ത്, റെഡ്യൂസസ് സ്ട്രെസ്, ഫോസ്റ്റേഴ്സ് ബാലൻസ്. അപ്പൊ നമ്മൾ ഹെൽത്തി ഡിറ്റാച്ച്മെന്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് അത് ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ സ്ട്രെസ് കുറയും, നമുക്ക് ബാലൻസ് ആയിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ ആ അറ്റാച്ച്മെന്റ് കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ സാധനത്തെ ഉപേക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പുതിയ നേട്ടങ്ങൾ ഒന്നും കൈവരിക്കാൻ സാധിക്കുകയുമില്ല. ആദ്യം പറഞ്ഞതുപോലെ നെക്സ്റ്റ് മുന്നോട്ടൊരു പുതിയ ചുവട് വെക്കണമെങ്കിൽ നമ്മൾ പഴയ ചുവട് ഇതെന്റേതാണ്, അവിടെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമുക്കൊരു സക്സസ് വേണമെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങളെ ഡിറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ മുന്നോട്ട് പോകണം. അതായത് നമുക്ക് പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ ട്രോമാസിനെയൊക്കെ കെട്ടിപ്പിടിച്ച് നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കലുണ്ടാവും. ഒരിക്കലും അത് നമ്മൾ പഴയ ലൈഫിൽ നടന്നൊക്കെ പോയ കാര്യങ്ങളായിരിക്കാം. നമ്മൾ ആഗ്രഹിക്കും, പറഞ്ഞില്ലേ, ജീവിതത്തിലെ ലാഭവും നഷ്ടവും എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ആ നമ്മൾ എന്താണ് ഒരിക്കലും നമ്മുടെ ചുവട് പഴയ ചുവട് അവിടെ നിന്ന് എടുത്തിട്ട് അത് നമ്മൾ നെക്സ്റ്റ് കുറച്ചുകൂടെ ഫ്രണ്ടില് നല്ലൊരു ചുവടായിരിക്കും വെക്കുന്നത്. ആ ഒരു നല്ലൊരു ചുവടുവെപ്പിന് വേണ്ടിയിട്ടായിരിക്കും പലതും നമ്മളിൽ നിന്ന് അകന്ന് പോയിരിക്കുന്നത്. റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷൻഷിപ്പ് ലവ് വിത്തൗട്ട് കൺട്രോളിങ്. നമ്മള് ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹം, ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടെ ഒരു എന്താണ് ദിവ്യമായ സ്നേഹമാണ്, അതുകൊണ്ട് പൂർണ്ണമായും എന്റെ കൺട്രോളിലായിരിക്കണം അതല്ല. നമുക്ക് എന്താണ് നമ്മളുടേതായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും നൽകി കഴിയുമ്പോഴാണ് ആ ഒരു ലൈഫില് നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ ഒരിക്കലും നമുക്ക് അത് ഞാൻ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആള് എന്റെ കൂടെ തന്നെ 24 അവർ എനിക്ക് മാത്രമായിട്ട് വേണം എന്നുള്ള ആ ഒരു സെൽഫിഷ് മൈൻഡ് വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് അതായത് ആ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരവസ്ഥ വരുമ്പോ ആ റിലേഷൻഷിപ്പ് ഇത് ശരിക്കും പറഞ്ഞ തെറ്റായ റിലേഷൻഷിപ്പാണ്. അവിടെയാണ് അതോറിറ്റേറ്റീവ് പവറൊക്കെ വന്ന് അതിനെ നമുക്ക് ശരിക്കും പറയുന്നത് ദിവ്യമായ പ്രണയം എന്നല്ല, അത് ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. സ്നേഹബന്ധങ്ങൾ വേണ്ട എന്നല്ല, പക്ഷെ അവിടെ വ്യക്തമായ ഒരു ബാലൻസിങ്, ഒരു ഡിറ്റാച്ച്മെന്റ്, അതായത് ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്നല്ല, ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് എനിക്ക് കൂടുതൽ ഹെൽപ്പാണ്, സന്തോഷമാണ്, അല്ലെ? ഭൂമിക്ക് ചന്ദ്രൻ എന്ന ഉപഗ്രഹം ഇല്ലാതാകുകയല്ല വേണ്ടത്, അത് രണ്ടും ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഒരിക്കലും അത് ഓവറായിട്ട് അടുക്കാനും പാടില്ല. എന്നാൽ ഈ നമ്മുടെ ഉപഗ്രഹം ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ് അത് പോകുകയും ചെയ്യും. അവിടെ ആ ഒരു പ്രോപ്പർ
അതായത് നമുക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ വിട്ടുപിരിഞ്ഞു പോകേണ്ട അവസരങ്ങളിൽ നമുക്കതിനെ ബൈ പറയാനുള്ള മൈൻഡോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. റിലേഷൻഷിപ്പ് വേണ്ട എന്നല്ല, അറ്റാച്ച്മെന്റ് വേണ്ട എന്നല്ല, അറ്റാച്ച്മെന്റ് വേണം. പക്ഷെ നമ്മൾ അതായത് നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കേണ്ട സമയത്ത് പുറകിലുള്ള കാര്യത്തോട് ബൈ പറയണം എന്നുള്ള ആവശ്യം വരുമ്പോ നമ്മൾ അവിടെ ബൈ പറഞ്ഞ് തന്നെ പോണം, അല്ലേ? വെള്ളം കരകവിഞ്ഞ് ഒഴുകുമ്പോ ഇതെന്റെ വീടാണ്, ഞാൻ ഇവിടുന്ന് മാറില്ല, ഞാൻ ഇത്രയും വർഷം ഉണ്ടാക്കിയ എന്റെ സമ്പാദ്യമാണ്, ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ സമ്പാദ്യവും ഒരുമിച്ച് ഇല്ലാതാകും. പകരം ആ സമയത്ത് നമ്മൾ സേഫ് സോണിലേക്ക് മാറി നമുക്ക് വീണ്ടും ഒന്നേന്ന് മുതൽ കെട്ടിപ്പടുത്താൻ സാധിക്കും. അപ്പോൾ ഡിറ്റാച്ച്മെന്റ് വേണ്ട സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, അതായത് നമ്മുടെ ലൈഫില് നമുക്ക് നെക്സ്റ്റ് മുന്നോട്ടൊരു നമ്മൾ ഈ നടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല ഓരോ ചുവട് ഡിറ്റാച്ച് ചെയ്താണ് നമ്മൾ പുതിയത് നേടുന്നതെന്ന് ലൈഫിൽ എന്ന് നമ്മൾ ഓർമ്മിക്കാറില്ല. പക്ഷേ നമ്മളൊരു സംഭവത്തോട് ഒരുപാട് ഓവർ അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ മടിച്ചു നിന്ന് പോകും. അത് പാടില്ല. നമ്മുടെ ലൈഫിൽ എന്താണ്, പുതിയത് വരണമെങ്കിൽ പഴയതിനെ ഉപേക്ഷിച്ച് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഉണ്ട്. എൻഗേജിങ് വിത്തൗട്ട് ഓവർ ഐഡന്റിഫൈങ്. നമ്മുടെ ജോലികളില് നമ്മൾ എന്താണ്, നമ്മുടെ ജോലി ആവട്ടെ എന്താവട്ടെ അവിടെയെല്ലാം നമ്മൾ ഓവർ ഡിറ്റാച്ച്ഡ് ആവരുത്. പേഴ്സണൽ ഗ്രോത്തിലാണെങ്കിലും നമ്മൾ എന്താണ്, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ആണ് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ പുതിയ നേട്ടങ്ങള്, സക്സസ്, കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ്. നമുക്ക് ഈ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി അത് കുറയുന്നു, അതുപോലെ നമ്മൾ സ്ട്രോങ് ആവുന്നു, നമ്മുടെ റിലേഷൻഷിപ്പിൽ റെസ്പെക്ട് വരുന്നു, ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് കറക്റ്റ് ക്ലാരിറ്റി കിട്ടുന്നു, മറ്റുള്ളവരോടുള്ള ഓവർ ഡിപ്പെൻഡൻസ് കുറയുന്നു, അല്ലെ? കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ പോയി, ആ ഫോണിനെ കുറിച്ച് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കാതെ നെക്സ്റ്റ് മൊമെന്റ് നമ്മുടെ ആവശ്യം, നമുക്കിപ്പോ ഡിജിറ്റൽ യുഗത്തിൽ കഴിയുന്ന നമുക്കിപ്പോ ഒരു ഫോൺ ഇല്ലാതെ ഇരിക്കുക ബുദ്ധിമുട്ടാണ്. ഈവൻ നമ്മുടെ ആധാർ കാർഡിൽ പോലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അത് അത്യാവശ്യമാണ്. നമ്മൾ നെക്സ്റ്റ് ഒരു ഫോൺ വാങ്ങുന്നു, നമ്മൾ പഴയ ഫോണിനെ മറക്കുന്നു. അല്ലാതെ അയ്യോ ഇതെന്റെ ഈ ഒരു സംഭവം എന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ ഓർത്ത് ഇരിക്കും. ഒരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് മൈൻഡ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പഴയതിനെ കുറിച്ച്, പഴയ ട്രോമാസിനെ കുറിച്ച്, പാസ്റ്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് നമ്മൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമുക്കൊരാൾക്ക് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ പഴയ ചുവടിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് നീങ്ങാനും നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്, യെസ് നമ്മൾ രണ്ടുപേരും പ്രണയിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു സ്നേഹബന്ധം ഉണ്ട്, പക്ഷെ നീ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, ഞാനൊരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതായ ഒരുപാട് വ്യക്തിഗതമായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. അതുപോലെ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈഫിൽ പുതിയ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് പഴയതിനെ ഉപേക്ഷിച്ച് അവിടെ ഒരു സ്പേസ് കൊടുക്കണം. നമുക്ക് പുതിയ മെസ്സേജ് വരണമെങ്കിൽ പഴയ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് നമ്മൾ ഫോണിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കും പോലെ നമ്മുടെ ലൈഫില്, അല്ലെ? നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഒരു സ്കൂള് കാര്യങ്ങളായിരുന്നു, അവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഓരോ ക്ലാസ് മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ ഇപ്പൊ എല്ലാം മാറ്റങ്ങൾ വരുന്നു, അല്ലെ? അതിനുശേഷം നമ്മൾ സ്കൂൾ ഉപേക്ഷിച്ച് +2, +1, +2 ആകുമ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മാറുമ്പോൾ ആ ഒരു എൻവയോൺമെന്റ് പൂർണ്ണമായും മാറി. പഴയതിനെ ഉപേക്ഷിച്ചു, പുതിയത് നമ്മൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് കോളേജ് എത്തിയപ്പോൾ നമ്മുടെ കൾച്ചർ പല കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തി. ഈവൻ നമ്മൾ മാരേജ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ ലേഡീസിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ അച്ഛനെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ പൂർണ്ണമായും മറ്റൊരു സ്ഥലത്തേക്ക് എത്താണ്. അപ്പോ നമ്മൾ
എന്റെ അച്ഛൻ അമ്മ എന്റെ വീട് അവിടെ നിന്ന് എനിക്ക് വിട്ടു പോരാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ട് ആ പുതിയ വീട്ടിൽ കഴിയാൻ സാധിക്കില്ല. ലൈഫിൽ നമുക്ക് ഡിറ്റാച്ച്മെന്റ് അത്യാവശ്യമാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെയാണ്, അവിടെ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്താണ്, നമ്മുടെ ഒരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ്, നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വരുന്നു. ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് വേഴ്സസ് ഇൻഡിഫറൻസസ്. അതായത് നമുക്ക് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പല ഡിസ്കണക്ഷൻസും ഇമോഷണൽ കോൾനെസ്സും, നമുക്ക് കെയർ ഇല്ല, ഇങ്ങനെയുള്ള ഓരോ ഫീലിങ്ങും കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസ്. പക്ഷെ എന്താ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് ആണെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ഒരു ബൗണ്ടറി, ഒരിക്കലും അവിടെ എന്താണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത്, അതായത് രണ്ടുപേരും നല്ല ദിവ്യമായ സ്നേഹമാണ്, അവിടെ നല്ല സ്നേഹമാണെങ്കിൽ രണ്ടുപേരും മറ്റുള്ളവരുടെ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുകയും എന്താണ് വേണ്ടത് അതിന് വേണ്ട എല്ലാ തന്റെ പങ്കാളിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ അവരെ എന്താണ് സേഫ് ആക്കി കൊണ്ടുവരും. അതുപോലെ നമ്മുടെ ഇമോഷണൽ ബാലൻസ്, നമ്മളെ തന്നെ എന്താണ് വളരെ രീതിയിൽ റെസ്പെക്ട് ചെയ്യാനും മറ്റുള്ളവരെ അതുപോലെ തന്നെ ഇതാക്കാനും സാധിക്കും. പകരം നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഡിസ്കണക്ഷൻ വന്നു പോകുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത്, അതായത് റിലേഷൻഷിപ്പ് പൂർണ്ണമായും കട്ട് ചെയ്യുക എന്നതല്ല, അവിടെ വേണ്ട ഒരു ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. പ്രാക്ടീസസ് ഫോർ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ്. അപ്പോൾ ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞത് എന്താണ്, പലപ്പോഴും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്താണ് ആ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ്, നമ്മൾ എന്ത് സംഭവമാവട്ടെ, ജനിക്കുന്ന കാലത്ത് നമ്മൾ എന്താണ് ക്ലിയർ സ്ലേറ്റ് പോലുള്ള ഒരു വൈറ്റ് മൈൻഡുമായിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ എൻവയോൺമെന്റ് ആണ് നമുക്ക് ഓരോ സംഭവം നമ്മുടെ മനസ്സിലേക്ക്, ഈവൻ നമ്മുടെ പേരാകട്ടെ, നമുക്കുള്ള എല്ലാം ഓരോന്നും ഈ ലോകത്ത് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്ത് അല്ലെ ആർജിച്ചെടുത്ത സംഭവങ്ങളാണ് അല്ലെ. നമ്മളിപ്പോ ഒരു കുഞ്ഞുവാവ ജനിക്കുമ്പോ കുഞ്ഞുവാവയ്ക്ക് പേരില്ല, അമ്മയുടെ പേരിലാണ് അറിയണത്. ബേബി ഓഫ് എന്ന് പറഞ്ഞായിരിക്കും ഇന്ന ആളുടെ ബേബി. ആ ബേബിക്ക് പേര് കൊടുക്കുന്നത് വരെ നമ്മളാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഓരോന്നായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്കില്ലും ആർജിച്ചെടുക്കുന്നതാണ്. നമ്മള് ഒരു വാവ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വാവ വലുതാവും തോറും ഓരോ സ്കിൽ ആർജിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ഈ അറ്റാച്ച്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു സ്കില്ല് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് ചിലപ്പോ ഉണ്ടാക്കിയെടുത്തായിരിക്കണം, അതും ഉണ്ടാക്കിയെടുത്തതായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി ഹെൽത്തി ഡിറ്റാച്ച്മെന്റിലേക്ക് നമ്മള് മാറാൻ. അതായത് ഇതെല്ലാം എന്താണ്, നമുക്ക് സ്കില്ലുകളാണ്. ആ ഒരു സ്കില്ലുകൾ നമുക്ക് ലേൺ ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പൊ നമുക്ക് അതിനിപ്പോ ഒരു സംഭവം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചിലപ്പോ നെക്സ്റ്റ് മൊമെന്റ് നമുക്കൊരു സങ്കടം വരാം. അപ്പൊ നമ്മൾ എന്താ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്ത്, ഇത് എന്റെ ഒരു നന്മയ്ക്ക്, എനിക്ക് ഈ ഒരു സ്ട്രഗിൾ വന്നത് അല്ലെങ്കിൽ എനിക്കിത് നഷ്ടപ്പെട്ടത് പുതിയ മറ്റൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്ക്. ഏറ്റവും ഇത് പണ്ട് കാലത്ത് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 56 വയസ്സായി റിട്ടയർ ആയി കഴിയുമ്പോൾ അവര് വീട്ടിൽ ഇരുന്ന് എന്താണ് പിന്നെ എന്താണ് ജോലി കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ വീട്ടില് സ്വസ്ഥമായിട്ടിരുന്ന് അവര് മരണത്തെ, അതായത് ഈ ലോക ജീവിതം വെടിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോവാനുള്ള ഒരു എന്താണ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല, കറന്റ് അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാണ്, റിട്ടയർഡ് ആയി പിന്നെ റിട്ടയർമെന്റ് എന്നുള്ള ആ ഒരു സംഭവം കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ആള് കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നത്. അതും പിന്നെ കുറെ നാളുകൾ അതിങ്ങനെ മുന്നോട്ട് പോകും. അതിനുശേഷം ചിലപ്പോ എന്താണ് രോഗവും വയ്യാകിയൊക്കെ വന്ന ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയി, അതായത് നമ്മള് എന്താണ് ICUല് പോലും ജസ്റ്റ് ശ്വാസം മാത്രം എടുത്ത് നമ്മള് ചിലപ്പോ
വെന്റിലേറ്ററിലൊക്കെ ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മൾ കിടക്കുന്നു. അതായത് നമുക്ക് ഈ ജീവിതത്തെ വിട്ട് മറ്റൊരു ലോകത്തേക്ക്, അതായത് മരണം എന്ന ഒരു സംഭവത്തെ നമുക്ക് എടുക്കാനുള്ള ആ ഒരു, അതായത് നമ്മൾ ഇത്രയും അറ്റാച്ച്ഡ് ആയി പോയി ഈ ലൈഫിനോട്, ആ ലൈഫ് ഉപേക്ഷിച്ച് മറ്റൊരു ലൈഫിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ കിടക്കുന്ന വ്യക്തിക്കും ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മുടെ പേരൻസ് മറ്റുള്ളവരാണ് ഈ വെന്റിലേറ്ററിൽ 1 മാസം കിടക്കുന്നതെങ്കിലും അങ്ങനെയെങ്കിലും അവിടെ ഉണ്ടല്ലോ, ഈ ലോകത്ത് ഉണ്ടല്ലോ എന്നുള്ള തോന്നല് അങ്ങനെ തുടരും. കിടക്കുന്ന വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് പോകാനായിരിക്കില്ല. എന്റെ മക്കളും ചെറുമക്കളും ഒക്കെ ആണെങ്കിലും നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ വേർപെട്ട് പോകുന്നത്, ഈ ലോകത്തുനിന്ന് പോകുന്നത് അവർക്കും ചിന്തിക്കാം. അവർക്കും ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഇത് ഓവർ അറ്റാച്ച്മെന്റ് ആണ്. അതായത് ഇവിടെ നമ്മള് വന്നു, നമുക്കിനി മറ്റൊരു ലോകം കൂടി ഉണ്ട്. അപ്പോ ഇവിടെ നിന്നും നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള, അതായത് മരണവും നമ്മൾ എന്ത് ചെയ്യണം, ലൈഫിൽ നമുക്ക് ഒരാൾ ജനിച്ചാൽ അയാൾക്ക് മരണം ഉറപ്പാണ്. ആ മരണവും നമുക്ക് എന്താണ്, അതായത് ഈ ജീവിതത്തെ വിട്ട് മരണത്തെ അതിനും നമ്മൾ എന്ത് വേണം, അതായത് എനിക്ക് മരിക്കാൻ സാധിക്കില്ല, ആ ഒരു ഓവർ അറ്റാച്ച്മെന്റ് അവിടെയും പാടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് എന്താണ് ലൈഫിൽ നമ്മൾ ഇതൊരു സ്കില്ലാക്കി മാറ്റി നമുക്ക് എല്ലാത്തിനെയും ഡിറ്റാച്ച് ആക്കി പോകാനുള്ള ഒരു സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ ഈ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ജേർണലിംഗ്, എഴുത്തുകൾ, അല്ലെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയുക, പിന്നെന്താണ് റിയാക്ട് ചെയ്യാത്ത സ്ഥലത്ത് റിയാക്ട് ചെയ്യരുത്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്കില്ലുകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ ഡിറ്റാച്ച്മെന്റ് ഈസി ആവും. അതായത് ഇപ്പൊ ഈവൻ നമ്മളെ ആ ഒരു അവയർനെസ്, അതായത് ജനിച്ച ഓരോ വ്യക്തിക്കും മരണം ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ്, അത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ കറന്റ്ലി നമുക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് നമ്മളൊരു പുതിയ ലൈഫിലേക്ക്, മീൻസ് മരണത്തിലേക്ക് അടുക്കാൻ പോലും നമുക്ക് സാധിക്കണം. ഇപ്പോ പോലും നമുക്ക് എന്താണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമുക്ക് അറ്റാച്ച്മെന്റ് കൂടുതലായതുകൊണ്ട് അതിനെ പോലും ഉപേക്ഷിക്കാൻ കഴിയാത്ത നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് നമ്മുടെ ബോഡിയോട് തന്നെയാണ്. അപ്പോ പറഞ്ഞില്ലേ, ഒരു ഫോൺ ഒരു 2-3 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം നമ്മൾ ഉപയോഗിച്ച ഒരു ഫോണിനെ നമുക്ക് ഉപേക്ഷിക്കാൻ, ആ ഫോണ് പോകുമ്പോ അതുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ ഫോൺ മാറ്റി പുതിയതെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മളെ ഉപേക്ഷിച്ച് നമുക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനും നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒരു എന്താണ് ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക്, അതായത് അവിടെ നമുക്ക് ഒരു കാര്യത്തെ വിട്ട് പിരിയുക, അതായത് നമുക്ക് ജോലി കിട്ടിയപ്പോ ആ ഒരു പുതിയ സ്റ്റേറ്റ് നമ്മൾ എടുക്കുമ്പോ അയ്യോ ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഇത് പ്രശ്നമാണ്, എനിക്ക് സ്ട്രെസ്സാണ്, സ്ട്രെയിൻ ആണ്, നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളുടെ പഴയ ആ ജോലി ഇല്ലാത്ത സമയത്ത് എന്താണ് നമുക്കൊരു ബോസ് ഉണ്ടാവില്ല, അവരുടെ റെസ്ട്രിക്ഷൻസ് ഇല്ല, ഒന്നുമില്ല, വളരെ സേഫ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് നടന്ന അവിടെ നിന്നും നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു, നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് ആ ഫ്രീ ആയിട്ടിരുന്ന കാര്യത്തോട് ഓവർ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ നമുക്ക് ഈ ജോലിയിൽ കയറി കഴിയുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെ ഒന്നും ഇഷ്ടപ്പെടാനോ നമുക്ക് സന്തോഷത്തോടെ ആ ജോലിയിൽ തുടരാനോ സാധിക്കില്ല. കാരണം നമ്മൾ എന്താണ് അറ്റാച്ച്ഡ്, എന്താണ് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ സുഖമായിട്ടിരുന്ന ആ ഒരു കാലത്തെ നമ്മൾ ഒത്തിരി അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ സമയത്ത് എന്താണ് നമുക്ക് ഒരു ജോലി ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും അത് ഏറ്റെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. കാരണം എന്താ, ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത ആ ഒരു കാര്യത്തെ നമ്മൾ കൂടുതൽ അറ്റാച്ച് ചെയ്ത് അവിടെ നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇത് സ്നേഹിക്കാൻ സാധിക്കില്ല. പകരം അത് ഉപേക്ഷിച്ച് നമ്മൾ ഈ പുതിയൊരു കണ്ടീഷനിലെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്താണ് ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട്, മൈൻഡ് പീസ് ആയിട്ട്, നമുക്ക് ആൻസൈറ്റി, സ്ട്രെസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല
ഉള്ളിൽ നിന്ന് തന്നെ. അതായത് നമ്മൾ ഹെൽത്തി, നമ്മൾ അതിനെ വിട്ട് കളഞ്ഞിട്ട് പുതിയതിനെ നമ്മൾ സ്വീകരിക്കണം, അല്ലെ? അപ്പൊ ആദ്യത്തേതിനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുതിയതിനെ സ്വീകരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പുതിയ കണ്ടീഷനിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്നർ പീസ് ഈസ് എ ചോയ്സ്, നോട്ട് എ ഡെസ്റ്റിനേഷൻ. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചോയ്സ് ആണ്. അത് മറ്റ് ആദ്യത്തെ കാര്യത്തിൽ അറ്റാച്ച് ആയിട്ട് ഇരിക്കണോ, അതിൽ സങ്കടം, നമ്മുടെ പഴയ ട്രോമാസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓർത്ത് അതിൽ ജീവിക്കണോ, അതോ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് അതിനെ വിട്ട് നമുക്ക് വളരെ പീസായിട്ട് മുന്നോട്ട് പോണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഫ്രീഡം ആൻഡ് ക്ലാരിറ്റി അവൈറ്റ് വിത്ത് ഇറ്റ്. അതായത് ഈ അറ്റാച്ച്മെന്റിൽ പെട്ട്, ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് നമ്മൾ സങ്കടങ്ങളിൽ കഴിയുന്നതാണോ, വളരെ പീസ്ഫുൾ ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള മൈൻഡിൽ മുന്നോട്ട് പോകുന്നതാണോ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഏതാണ് ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് എന്ന് നോക്കി, അതായത് നമ്മൾ മുന്നോട്ടൊരു ചുവട് വെക്കുമ്പോൾ പഴയ ചുവട് ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇന്നും ഒന്നിനോടും ഓവർ അറ്റാച്ച്ഡ് ആവാതെ നമ്മൾ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുക. ഒരു നാൾ നമുക്ക് ഈ ഒരു ബോഡിയെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സമയത്തും വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് അതും വളരെ സന്തോഷത്തോടെ, കാരണം അവയർനെസ്, അക്സെപ്റ്റൻസ്, അതായത് നമുക്കത് അവെയർ ആയിട്ട് നമ്മളത് സ്വീകരിക്കാൻ റെഡി ആണെങ്കിൽ, ആ പുതിയതായിട്ട് വരുന്ന ആ കാര്യം, മരണത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് മരണത്തോടും നമുക്ക് വളരെ സന്തോഷത്തോടെ അതും കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു കാര്യമാകട്ടെ, നമുക്ക് അവിടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, റിലേഷൻഷിപ്പ് ആവട്ടെ, ഇതൊരു കാര്യത്തിലും നമ്മുടെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ബാലൻസിങ്, അത് കൂടാനും പാടില്ല, അകന്നു പോകാനും പാടില്ല. അത് ആ ഒരു കറക്റ്റ് അളവിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഭൂമിയുടെ ഉപഗ്രഹമായിട്ട് ഈ ഒരു ചന്ദ്രൻ ഇങ്ങനെ കറങ്ങുന്നത്. അറ്റാച്ച്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ നാശമാണ് ഉണ്ടാവുള്ളൂ. അറ്റാച്ച്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ വിട്ട് അത് പോകും, പിന്നെ തിരിച്ചൊരിക്കലും ഭൂമിക്ക് കിട്ടില്ല. അപ്പൊ ആ ഒരു ലെവല് നമ്മുടെ ലൈഫിലും എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റ് ഉണ്ടാവാതെ ഡിറ്റാച്ച്ഡ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റിൽ കഴിയാൻ എവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു എവരിബഡി. താങ്ക് യു ഷബാസ് മാം. ലൈഫിൽ ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റ് ആകാതെ എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കുക. നമ്മുടെ ഫീഡ്ബാക്ക് ടൈമാണ്. 1-2 പേര് പെട്ടെന്ന് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ, നമ്മുടെ ടൈം ഓവർ ആയിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സുഭാഷ് മാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് പ്രസന്റ് ചെയ്ത്. വളരെ നല്ല എക്സാമ്പിൾ, എക്സ്ട്രാordinary ക്ലാസ് ആയിരുന്നു ഇന്ന്. കാര്യം നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും, അതേപോലെ തന്നെ നമ്മൾ നടത്തത്തിന്റെ കാര്യം ശരി, ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ജീവിതത്തിലെ എല്ലാ മേഖലയും തൊട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ഈ സബ്ജക്റ്റ് ഒരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് വേണം എന്നുള്ളതാണ്. നമ്മൾ ഓവർ പൊസസീവ് ആവാതെ, ഒരു കൂടുതൽ പെർഫെക്ഷൻ ആകാതെയുള്ള ഒരു നല്ല ഡിറ്റാച്ച്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ജീവിതം സ്ട്രെസ് എല്ലാം ഒഴിവാക്കി, ആൻസൈറ്റി ഒഴിവാക്കിയിട്ട് സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നുള്ളതിന് വളരെ നല്ല ഉദാഹരണങ്ങളോട് കൂടിയിട്ട് നല്ല, അതായത് മരണഭയം ഇല്ലാതെ പോകുന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ വളരെ യൂസ്ഫുൾ ക്ലാസ് ആണ്, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സർ. ഷിജിൻ നമ്മുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഷിജിൻ നമ്മുടെ ഗ്രൂപ്പിൽ പുതിയ ആളായിരുന്നു. ഷിജിൻ അടുത്ത ആള് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ക്ലാസ് നല്ലായിരുന്നു. ഈ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് സ്റ്റൈല് നല്ലൊരു ക്ലാസ് ആയിരുന്നു, അടിപൊളി ആയിരുന്നു.
അതിന്റെ ഉപയോഗങ്ങളും അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു മാം. താങ്ക് യു ഷിജി. ഓക്കെ ഓക്കെ, ഒരാളുടെ പറഞ്ഞു. വേറൊരു ലെവല് ക്ലാസ് എന്ന് പറയാമേ. അതായത് നമുക്ക് പറഞ്ഞു തരുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രത്തോളം മികച്ചതായിരുന്നു. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു പ്രത്യേക ലെവല് ക്ലാസ് തന്നെ മാം. ഇത് നല്ലൊരു ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് മാം. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്. നല്ലൊരു ഇതിന് ഷെമ്നിയ മാമിനോടാണ് നന്ദി പറയേണ്ടത്. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത് ഷെമ്നിയ മാമാണ്. അപ്പോൾ ഇതുപോലെ ക്ലാസ് എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ അത് പറയുകയാണെങ്കിൽ ആ ടോപ്പിക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. ഞാനതാണ് എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഷെമ്നിയ മാം പറഞ്ഞ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തത്. കാരണം എനിക്കും അതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു അത്. താങ്ക് യു. എന്നാ പിന്നെ ഇനി ഹലോ പറഞ്ഞു. മാജിക് മോർണിംഗ് നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ. അറ്റാച്ച്മെന്റ് എന്ന ക്ലാസ് നല്ലൊരു സ്റ്റാർട്ടിങ് നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ദിവസം നല്ല സന്തോഷകരമായിട്ട് ഇനിയും ഇതുപോലത്തെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഇനി ഫീഡ്ബാക്ക് പറയേണ്ടവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ആളുകളെ അകറ്റുകയല്ല, മറിച്ച് അമിത പ്രതീക്ഷയില്ലാതെ, ഭയമില്ലാതെ മറ്റുള്ളവരുടെ പെരുമാറ്റമോ സാഹചര്യങ്ങളോ നമ്മുടെ സന്തോഷത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് സ്വന്തം കർത്തവ്യങ്ങൾ ചെയ്ത് അതുവഴി മനസ്സിന് ശാന്തി കണ്ടെത്തി മുന്നോട്ട് പോവുക. നല്ല പ്രസന്റേഷൻ ആയിരുന്നു മാം. നന്നായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. ഷബാസ് മാമിന് നമ്മുടെ ഗ്രൂപ്പിനോടൊക്കെ ഒരു വല്ലാത്ത ഒരു സ്നേഹമാണ് കേട്ടോ. നമ്മൾ ഏത് നിമിഷം വിളിച്ചാലും ഷബാസ് മാം വന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. അപ്പം മാമിനെ, ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്ത മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സബാഷ് മാം. എനിക്ക് മാമിന്റെ പേര് തെറ്റി പോകുന്നുണ്ട് കേട്ടോ. ഷബാസ് മാം, താങ്ക് യു ഓൾ. Thank you very much. Subhash ma'am, thank you all. Thank you very much. Thank you, ma'am. Thank you all. എനിക്ക് മാമിന്റെ ഷംനത്ത് എന്നാ വരുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ.